കെ മുരളീധരൻ തുറന്ന് സമ്മതിക്കുകയാണ്. താൻ എടുത്തു ചാടുകയായിരുന്നു. തന്നെ കോഴിക്കോട് വടകരയിൽ നിന്ന് പിടിച്ചു കെട്ടും പോലെ കെട്ടിക്കൊണ്ടുവന്ന് തൃശ്ശൂരിൽ അവതരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം നടത്തിയ നാടകത്തിൽ താൻ വന്ന് വീഴുകയായിരുന്നു. താൻ വസ്തുതകൾ ശരിക്ക് പഠിച്ചില്ല. ടി എൻ പ്രതാപൻ തന്നെ അവിടെ മത്സരിച്ചാൽ മതിയായിരുന്നു. അത് താൻ നേതൃത്വത്തെ ധരിപ്പിച്ചില്ല. ടി എൻ പ്രതാപൻ MP ആയിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു താൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഒരു കൂട്ടം ആളുകൾ അവിടെ ചുമരെഴുത്ത് നടത്തി. എന്നിട്ട് നേതൃത്വം പറഞ്ഞതനുസരിച്ച് ആ ചുമരെഴുത്ത് മാച്ചു. ഇതൊക്കെ സുരേഷ് ഗോപിക്ക് അനുകൂലമായ നിലപാടാണെന്ന കാര്യം എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ടും ഇതൊക്കെ മറച്ചു വച്ചിട്ട് നേതൃത്വം പറഞ്ഞതല്ലേ, പാർട്ടി നേതൃത്വം പറഞ്ഞാൽ അനുസരിക്കേണ്ട കടമ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് ഉണ്ടല്ലോ എന്ന് വച്ചാണ് തൃശ്ശൂരിൽ പോയി മത്സരിച്ച് 8 നിലയിൽ പൊട്ടിപ്പോയത് എന്ന് കെ മുരളീധരൻ ഇപ്പോൾ വിലപിക്കുകയാണ്. കെ മുരളീധരൻ്റെ വിലാപത്തിന് എന്ത് പ്രസക്തിയാണ് ഇപ്പോഴുള്ളതെന്ന് എനിക്കും നിങ്ങൾക്കും തോന്നാം. എങ്കിലും ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, തന്നെ തോൽപ്പിച്ചവർ തോൽപ്പിച്ചോട്ടെ, തനിക്കെതിരെ ചരട് വലിച്ചവർ ചരട് വലിച്ചോട്ടെ. പക്ഷേ ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടല്ലോ. KPCC ആണല്ലോ ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ ശ്രീ KC ജോസഫിനെ നിയോഗിച്ചത്. ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ ടി എൻ പ്രതാപനും അനിൽ അക്കരയും അതുപോലെ തുടങ്ങിയ 2 നേതാക്കളുമൊക്കെ തനിക്കെതിരെ പ്രവർത്തിച്ചുവെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. റിപ്പോർട്ട് വാസ്തവമോ വ്യാജമോ എന്നൊന്നും അത് ഇഴകീറി പരിശോധിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും എനിക്കില്ല. പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് KPCCയുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. അവർക്കെതിരെ എടുക്കേണ്ടത് അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഇനി ഒരിക്കലും ഒരു നേതാക്കളും ഇമാതിരി ചരട് വലിക്കരുത്. ഇരിക്കുന്ന കൊമ്പ് മുറിച്ചു കഴിഞ്ഞാൽ അത് നല്ലതിന് ആയിരിക്കില്ല. ഇരിക്കുന്ന കൊമ്പ് മുറിച്ചു കഴിഞ്ഞാൽ എന്ത് ഗുണമാണ് ഉണ്ടാവുക? അവർക്ക് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. സ്വാർത്ഥ താല്പര്യമുണ്ടെങ്കിൽ അത് പാർട്ടി ഫോറങ്ങളിൽ പറയണമായിരുന്നു. അവർക്ക് മത്സരിക്കണമെങ്കിൽ അത് പറയണമായിരുന്നു. ഇവിടെ ടി എൻ പ്രതാപൻ എന്താണ് ചെയ്തത്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമല്ലോ. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. എന്നിട്ട് അദ്ദേഹം 3-4 മണ്ഡലങ്ങൾ അദ്ദേഹം മുന്നിൽ കാണുകയും ചെയ്തു. ആ 3-4 മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച് അവിടെ എവിടെയെങ്കിലും നിന്ന് വിജയിച്ച് സംസ്ഥാന മന്ത്രിയാകാം എന്നായിരുന്നു ടി എൻ പ്രതാപൻ്റെ കണക്കുകൂട്ടൽ. ഇതൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ. അങ്ങനെ പുറത്തു വന്ന് മന്ത്രിയാകണമെന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ അത് പറയാമായിരുന്നല്ലോ. അതിന് ഞാനൊരു തടസ്സമാകുമായിരുന്നില്ലല്ലോ. എന്തുകൊണ്ട് അത് അദ്ദേഹം ചെയ്തില്ല? അതിന് ഞാൻ തടസ്സമേ അല്ല. അദ്ദേഹത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഞാൻ തടസ്സമേ അല്ല. പിന്നെ എന്തിന് എന്നെ കാലുവാരി? എന്നെ തോൽപ്പിച്ചത് എന്തിനാണ്? ഇതിന് ഉത്തരം കണ്ടെത്തണം. ഇത്തരം പുഴുക്കുത്തുകളെ വച്ച് പൊറുപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് ഇദ്ദേഹം ടി എൻ പ്രതാപൻ. ഇത്രയും ഉന്നത പദവി എന്തിനാണ്? MP സ്ഥാനം രാജിവെച്ചു, MP സ്ഥാനം വേണ്ട വച്ചു, അതാണ് മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ വലിയ സ്ഥാനത്യാഗം ചെയ്തതിനാണ് അദ്ദേഹത്തിന് KPCC വർക്കിംഗ് പ്രസിഡന്റ് എന്ന വലിയ സ്ഥാനം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിയെടുക്കുന്നത് മാതൃകാപരമാണെന്നും മുൻ KPCC പ്രസിഡന്റും മന്ത്രിയൊക്കെ ആയിരുന്ന കെ മുരളീധരൻ പറയുകയാണ്. വസ്തുതകൾ അറിയാതെ താൻ എടുത്തു ചാടുകയായിരുന്നു, അതിലിപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്നാണ് KPCC റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി കെ മുരളീധരൻ പ്രതികരിക്കുന്നത്. പ്രതികരണം വൈകിപ്പോയി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കെ മുരളീധരനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവിന് തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വടകര പോലുള്ളൊരു സേഫ് സോണിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി തൃശ്ശൂരിൽ കൊണ്ടുവരുമ്പോൾ വിവേകവും വിജ്ഞാനവും ഇല്ലാതെ മുൻപിൻ ചിന്തിക്കാതെ എടുത്തു ചാടി കൊടുത്തത് എന്താണ്? നിയോൺ വെളിച്ചം കാണുമ്പോൾ ഈയാമ്പാറ്റകൾ പറന്നു പൊങ്ങി ചിറകറ്റ് വീണ് ചാകുന്നത് പോലെ ചെന്ന് ചാകാൻ മാത്രം വിധിക്കപ്പെട്ട ഈയാമ്പാറ്റയെ പോലെ മുരളീധരൻ ചെന്ന് വീണു കൊടുത്തതാണ് എന്ന് അന്നു മുതൽ തന്നെ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അറിയാം. 3-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. എത്രമാത്രം വോട്ടിൻ്റെ ഏകദേശം 86,000-ലധികം വോട്ടിൻ്റെ നഷ്ടമാണ് കോൺഗ്രസ്സിന് ഉണ്ടായതെന്ന് കൂടി ഓർക്കുക. കെ മുരളീധരൻ പറഞ്ഞത് വസ്തുതയാണ്. അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം KPCCക്കുണ്ട്. ഏതായാലും കെ മുരളീധരനെ കാലുവാരിയത് ടി എൻ പ്രതാപനാണ് എന്ന വസ്തുതയാണ് പുറത്തു വരുന്നത്. ആ വസ്തുത മനസ്സിലാക്കാതെയാണ് കെ മുരളീധരൻ മത്സരത്തിന് ഇറങ്ങിയതെന്ന് കെ മുരളീധരൻ തന്നെ ഹൃദയം തുറന്ന് എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും പറയുകയും ചെയ്യുകയാണ്.